കിട്ടും. അമ്മ ഇത് ഏത് മീനാ ചേച്ചി? ഇത് ഏത് മീനാ? ഇത് കോരയാണ് അല്ലേ? കോര ചെമ്പല്ലി അല്ലല്ലോ, അത് വേറെ അല്ലേ? രണ്ടല്ലേ? ഇപ്പൊ ചേച്ചി പിടിച്ചതാണോ ലേലത്തിന്? ഇപ്പൊ ഇത്രയും കൂടിയാണോ ഒരുമിച്ച് പിടിച്ചേക്കുന്നത്? എത്ര രൂപയ്ക്ക് എത്ര പിടിച്ചേക്കുന്നത്? ഇത്രയും മീന് 2000 രൂപയോ ആണോ? ഇപ്പൊ ഇത്രയും മീനാണോ 2000 രൂപ? അപ്പൊ ഇത് കൊടുത്താൽ ഒരു 3000-4000 കിട്ടണ്ടേ? കിട്ടുമോ? കിട്ടത്തില്ല. ഇതിപ്പോ 2000 രൂപയ്ക്ക് കൂടുതലല്ലേ ഇത് അല്ലേ? ചേച്ചി എവിടെയാ കൊടുക്കുന്നത് ഇത്? ഞാൻ വീട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കും അല്ലേ? അപ്പൊ ഇതിപ്പോ 2000 രൂപയുടെ മീനാണ് ഈ ഇരിക്കുന്നത്, കോര അല്ലേ? ഇതെങ്ങനെ നല്ല പുളിയിട്ട് വെക്കാൻ? വലിയ വിലയുള്ള മീനൊന്നും അല്ല. വലിയ വിലയുള്ള മീനല്ല, എന്നിട്ട് 2000 രൂപയായി. 2000 രൂപയായി അല്ലേ? അപ്പം ഞങ്ങളിത് എങ്ങനെ വിറ്റെടുക്കും? ചേച്ചി ലേലത്തിന് പിടിച്ചല്ലേ ഇത് അല്ലേ? 100 രൂപ കുറച്ചിട്ട് അവര് തന്നില്ല. 100 രൂപ കുറച്ചിട്ട് കിട്ടിയില്ല അല്ലേ? അപ്പം ഇത് ആകെ വിറ്റ 2500 കിട്ടിയാലും 500 രൂപ ലാഭമുള്ളൂ. പക്ഷെ ആ പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതലുണ്ട്. ഈ വെയിലത്ത് കിടന്ന് ഞങ്ങള് നടക്കണ്ടേ എല്ലാ വീട്ടിലും. ഇതിപ്പോ ഇത്ര മീൻ എത്ര സമയം കൊണ്ട് വിറ്റ് തീരുമായിരിക്കും? ഇത് വീട്ടുകളിൽ കൊണ്ടുവല്ലുമ്പോ പാതി പേർക്ക് ഇത് വേണ്ട. പാതി പേർക്ക്. അപ്പൊ ഇപ്പം ഒരു 5 മീൻ എത്ര രൂപയ്ക്കായിരിക്കും ചേച്ചി കൊടുക്കാൻ പോകുന്നത്? ഇത് 5 മീൻ 100 രൂപ കൂട്ടി ആരും തരത്തില്ല. 100 രൂപ കൂട്ടി തരത്തില്ല. 100 രൂപയ്ക്കുള്ളിൽ തരത്തുമില്ല. അപ്പൊ അങ്ങനെ വെച്ച് കണക്ക് നോക്കിയാൽ 2000 തന്നെ ഒപ്പിച്ചെടുക്കാൻ പാടാ അല്ലേ? അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ഒന്നും കിട്ടാത്തോണ്ട് ചാടി എടുത്തതാണ്. ഈ കോരമീൻ എങ്ങനെയാ കറി വെക്കുന്നത്? അത് നല്ല മുളകിട്ടാണോ അതോ മുളക്? കടപ്പുറത്ത് വിൽക്കാൻ പറ്റുമോ? 1500 രൂപ വിൽക്കും. ഞങ്ങൾ 4 പേര് കൊടുക്കുമ്പോ 100 രൂപ കയ്യിൽ നിന്ന് വെച്ച് കൊടുക്കണം. ഒരുമിച്ചാണോ ഇത് പിടിച്ചെടുത്ത? ഒരുമിച്ച. അപ്പൊ 2000 രൂപ നിങ്ങൾ 4 പേര് എടുത്തവ ഇനി 100 രൂപ വീതം കയ്യിൽ നിന്ന് വെക്കേണ്ടി വരും. കയ്യിൽ നിന്ന് ചിലപ്പോ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇതിന് കൂടെ നിങ്ങളെ ലേലം വിളിച്ച ആൾക്കാർ കൂട്ടി വിളിച്ചു? ഇല്ല, ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നപ്പം വേറെ മീനൊന്നും വേറെ മീനൊന്നും ഇല്ല ഇവിടെ. നൊത്തോലി ചൂടയേ ഉള്ളു. അത് വെള്ള ചൂടായോണ്ട് പോകുന്നിടത്ത് മേടിക്കത്തില്ല. അന്നേരം അതുകൊണ്ട് ഇത് വെളിച്ചെടുത്തത് ആണോ? അപ്പം കയ്യിൽ 100 രൂപ പോകുന്നൊരു ടെൻഷനിലാണോ? കയ്യിൽ പോവോ പൈസ? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ മത്സ്യക്കച്ചവടത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തിന്റെ കണക്ക് ഇങ്ങനെയാണ്. ഇപ്പൊ 2000 രൂപയ്ക്ക് പിടിച്ചു. നാളുകൊണ്ട് കടപ്പുറത്ത് ആണുങ്ങൾ പണിക്ക് പോകാതെ കിടക്കുന്നറിയാം. മാസക്കണക്കായി ചാനലുകാർ വന്നിങ്ങനെ പിടിച്ചോണ്ട് പോന്നു. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വല്ല ഫലവും ഉണ്ടാ? ഒരു ഫലവും ഇല്ല. മണ്ഡലത്തിൽ നിന്ന് ആര് ജയിച്ചാലാണ് നിങ്ങൾക്ക് നല്ലതെന്നാണ് തോന്നുന്നത്? അത് ആര് ജയിച്ചാലും ഞങ്ങൾക്ക് നല്ലതല്ല. അവരവരുടെ കാര്യം തിരക്കി പോകത്തുള്ളു. ജോലി ചെയ്താലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആരാണ് മണ്ഡലത്തിൽ കുറച്ചെങ്കിലും വികസനം കൊണ്ടുവന്നത് നിങ്ങൾക്ക്? ഒരു മേഴ്സിക്കുട്ടി അമ്മ വന്നിരുന്ന തൂക്ക് വെച്ചത് മീനിന്. ആ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് അഡ്രസ് പോലും ഇവിടെ ഇല്ല. തൂക്ക് വെച്ച് ഞങ്ങൾക്ക് ഇവിടെ മുമ്പ് ലേലം വിളിക്കുമ്പോ ഞങ്ങൾക്ക് 100 രൂപ കുറവുണ്ടായിരുന്നു. 1000 രൂപയ്ക്ക് വിളിക്കുമ്പോ ഇപ്പൊ ആ വിളിക്കാശ് പോലും കുറവില്ല. അപ്പൊ ഇതിപ്പോ നഷ്ടമാവും. ഇതിനെല്ലാം കാരണക്കാരി ഇതിപ്പോ നഷ്ടമാവും അല്ലേ? അപ്പൊ 100 രൂപ കയ്യിൽ നിന്ന് പോകും. വീട്ടിലിരിക്കാൻ തുടങ്ങി മാസക്കണക്കായി. അപ്പൊ ഇത് 100 രൂപ കയ്യിൽ നിന്ന് പോകും. അപ്പൊ മീൻ കിട്ടാനും ഇല്ല അല്ലേ? അപ്പൊ കോര മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് കോര മീനാണ് അല്ലേ? കോര മീനാണ്. ആരും മേടിക്കത്തില്ല വലുതായിട്ട്. അത് ഈ ചാളയും അയിലയും അല്ലാത്തൊരു സാധനമാണ് കോര അല്ലേ? അപ്പൊ ഇത് കോര മീനാണ്. ഇത്രയും മീൻ 2000 രൂപയ്ക്കാണ് ഇവര് 4 പേര് 500 രൂപ വീതം ഇട്ട് ലേലത്തിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് 1500 രൂപയെ കിട്ടത്തുള്ളൂ വിറ്റാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ പലതിലൊന്നാണ് ഇത് എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുക. എന്താ